Hi friends, welcome to the new episode. I am TC Vijayan, pranic healer and life coach. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ ലെൻഡിങ് ലൈബ്രറി ഏതാണെന്നറിയാമോ? ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അത് US-ലായിരിക്കും, റഷ്യയിലായിരിക്കും, ചൈനയിലായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ കർണാടക സ്റ്റേറ്റിൽ മാണ്ഡ്യ ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ ലൈബ്രറി ഉള്ളത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അത് ഏതോ ശതകോടീശ്വരൻ സംഭാവന ചെയ്തതായിരിക്കുമെന്ന്. പക്ഷെ അതല്ല. ഒരു സാധാരണ മനുഷ്യൻ, ഒരു ബസ് കണ്ടക്ടർ ഉണ്ടാക്കിയതാണ് ഈ ലൈബ്രറി. ആംഗെ ഗൗഡ എന്ന ഒരു സാധാരണ കണ്ടക്ടർ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൻ്റെ 20% കൊണ്ട് ജീവിച്ച് 80% ഉപയോഗിച്ച് ബുക്കുകൾ വാങ്ങിച്ച് അങ്ങനെ വാങ്ങിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ ലൈബ്രറി. 50 കൊല്ലത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് ഈ ലൈബ്രറി ഉണ്ടാക്കിയെടുത്തത്. ഇവിടെ ഇപ്പോൾ 20 ലക്ഷത്തിൽ പരം ബുക്കുകളുണ്ട്. 22 ഭാഷകളിലായി 20 ലക്ഷത്തിൽ പരം ബുക്കുകൾ. ആർക്ക് വേണമെങ്കിലും അവിടെ ചെന്ന് ഫ്രീ ആയി ബുക്ക് വായിക്കാം. മെമ്പർഷിപ്പ് വേണ്ട, ഫീസില്ല, ഒന്നുമില്ല, കംപ്ലീറ്റ് ഫ്രീ. പഠിക്കുന്ന കുട്ടികൾക്കും റിസർച്ച് ചെയ്യുന്നവർക്കും സിവിൽ സർവീസ് എക്സാം എഴുതുന്നവർക്കും എല്ലാം വളരെ ഉപകാരപ്പെട്ട ഒരു സ്ഥാപനമാണ് ആംഗെ ഗൗഡയുടെ പുസ്തകമന. ആ ലൈബ്രറിക്കിട്ട് പേരാണ് പുസ്തകമന. പുസ്തകമന എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ വീട് എന്നർത്ഥം. ആംഗെ ഗൗഡ ബസ് കണ്ടക്ടറായി വർക്ക് ചെയ്തു. അതിനുശേഷം റിട്ടയർമെൻറ്റിന് ശേഷം ഒരു ഷുഗർ ഫാക്ടറിയിൽ വാച്ച്മാനായിട്ട് വർക്ക് ചെയ്തു. ഇങ്ങനെ കിട്ടുന്ന മുഴുവൻ പൈസയും ബുക്കുകൾ വാങ്ങാൻ ഉപയോഗിച്ചു. ആദ്യമൊക്കെ പഴയ പുസ്തകങ്ങൾ ശേഖരിച്ചു. പിന്നീട് പഴയ പുസ്തകങ്ങൾ വാങ്ങിച്ചു തുടങ്ങി. അങ്ങനെ പൈസ ഉപയോഗിച്ച് പല പുസ്തകങ്ങളും ശേഖരിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 1832 മുതലുള്ള പല പുസ്തകങ്ങളുമുണ്ട്. പല അപൂർവ ശേഖരങ്ങളും ഇവിടെയുണ്ട്. 5000-ൽ പരം ഡിക്ഷണറികൾ, 2500 ബുക്കുകൾ മഹാത്മാഗാന്ധിയെ പറ്റിയുള്ളതാണ്. ഇതുപോലെ പല പ്രധാനപ്പെട്ട രേഖകളുള്ള പഴയ റെക്കോർഡുകളൊക്കെ അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ മൈസൂറിനടുത്ത് മാണ്ഡ്യ ജില്ലയിൽ പോയ ഈ ലൈബ്രറി കാണാൻ പറ്റും. ആംഗെ ഗൗഡയെ ഇന്ത്യ ഗവൺമെൻറ് ഇക്കൊല്ലം പത്മശ്രീ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. കർണാടക ഗവൺമെൻറ് 2014 രാജ്യോത്സവ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഈ ലൈബ്രറി സ്ഥാപിക്കാൻ വേണ്ടി സ്വന്തം വീടും പറമ്പും വിറ്റ് ആ പൈസ മുഴുവൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചു. ഇപ്പോൾ സ്വന്തമായി വീടില്ല, ഒന്നുമില്ല. ഇപ്പോൾ താമസം ആംഗെ ഗൗഡയും ഭാര്യയും ഈ ലൈബ്രറിയിൽ തന്നെയാണ്. അവർ രണ്ടുപേരും ഇപ്പോഴും ജോലി ചെയ്യുന്നത് ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, വളരെ വൃത്തിയായി സൂക്ഷിക്കുക, ആളുകൾക്ക് റെഫർ ചെയ്യാൻ എളുപ്പത്തിൽ എടുത്തു കൊടുക്കുക, ഇങ്ങനെയുള്ള ജോലികളാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ 75 വയസ്സ് പ്രായമുണ്ട്. ആംഗെ ഗൗഡയുടെ ജീവിത രീതി കാണുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം വേസ്റ്റായി പോയോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഉപയോഗിച്ചത്. ഇപ്പോൾ അത് വേൾഡ് റെക്കോർഡായി. പഴയ റെക്കോർഡ് അമേരിക്കയിലെ ജോൺ സിയുടെ കളക്ഷനായിരുന്നു. അദ്ദേഹത്തിന് 15 ലക്ഷം ബുക്കുകളുണ്ടായിരുന്നു. ഇപ്പോൾ ആ റെക്കോർഡ് വെട്ടിത്തിരുത്തി 20 ലക്ഷത്തിൽ പരം ബുക്കുകളുള്ള ആംഗെ ഗൗഡ വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്.
ഇത് നിങ്ങൾക്ക് പുതിയ വിവരമാണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.